ടീം ഗ്രേസ് മ്യൂസിക്കൽ ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ. ഇൻഡിപെൻഡൻസ് അച്ചോ പിള്ളേരൊക്കെ പേടിപ്പിച്ച് വെച്ചേക്കുവാണോ? സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു ഇവർക്ക്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ട്. ആണോ? പിന്നെ ഇവരെല്ലാരും ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുന്നേ. പെട്ടെന്ന് വന്നതിന്റെ ഒരു ആകാംക്ഷ. ഇത്രയും ഗംഭീര പെർഫോമൻസ് ഞങ്ങൾക്ക് വന്നിട്ട് ഞങ്ങളാണ് ഞെട്ടിയിരിക്കുന്നത്. കേട്ടോ, താങ്ക് യു സോ മച്ച്. ഫാദറിന്റെ പേരെങ്ങനെയാണ്? ഓക്കെ. എത്ര വർഷമായിട്ട് നിങ്ങൾ ഈ ഒരു ഗ്രൂപ്പായിട്ടുണ്ട്? ഇങ്ങനെ 2-3 വർഷമായി. 2-3 വർഷമായിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ടായിരുന്നു ഇന്നിപ്പോ ഇങ്ങനെ ഒരു പെർഫോമൻസ്? അല്ലെങ്കിൽ നിങ്ങൾ എങ്ങനത്തെ സോങ്സ് ഒക്കെയാണ് നോർമലി പ്ലേ ചെയ്യാറുള്ളത്? മൂവി സോങ്സ് തന്നെയാണ്. ഇങ്ങനെ ഗ്രൂപ്പായിട്ട് നിങ്ങൾ പല സ്ഥലങ്ങളിലും സ്റ്റേജസിലൊക്കെ പെർഫോം ചെയ്യാറുണ്ടോ? അല്ലെങ്കിൽ എനിക്ക് ഈ ബാൻഡ് സെറ്റിനോട് എനിക്കൊരു പ്രത്യേക ഇഷ്ടമുണ്ട്. കാരണം ഞാൻ കോട്ടയാണ്. കോട്ടയത്തെ ഗുഡ്ഷപ്പേഡ് ചർച്ച ഞങ്ങളുടെ കുന്നേപ്പള്ളി എന്ന് പറയും. അപ്പൊ എന്റെ ചാച്ചൻ ഈ പറഞ്ഞ പോലെ ഞായറാഴ്ച പള്ളി പോക്കോ അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഞാനും അമ്മച്ചിയും ചേട്ടനും ഒക്കെ പോലെ ചാച്ചൻ അങ്ങനെ പള്ളി വരലോ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥന ഒന്നുമില്ല. പക്ഷേ പെരുന്നാളിന് റാസ ഇറങ്ങുമ്പം ചാച്ചൻ എവിടെ പോയി ചോദിക്കണ്ട, ഈ ബാൻഡ് സെറ്റിനടുത്ത് ചാച്ചനുണ്ടാവും. എന്തെങ്കിലും കാര്യമുണ്ട് ചാച്ചനെ കാണുന്ന ചേട്ടാ ബാൻഡ് സെറ്റിന് അടുത്ത് പോയി നോക്കിയെന്ന് പറഞ്ഞാൽ ചാച്ചൻ ബാൻഡ് സെറ്റിന്റെ കൂടെ പ്രദക്ഷിണത്തിന് ഇങ്ങനെ ചുറ്റി പള്ളിയുടെ അവിടെ വരും. പള്ളിക്കകത്ത് കയറത്തില്ല. ചാച്ചൻ പോലീസിലായിരുന്നു. ഞങ്ങൾ പോലീസ് ക്വാർട്ടേഴ്സിലായിരുന്നു പള്ളിയുടെ അടുത്ത് തന്നെ ഉള്ളത്. അപ്പം ഇങ്ങനെ റാസക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ അടുത്ത് വന്ന് പള്ളിക്കകത്ത് വന്ന് കയറി ഒരു പള്ളി വന്നിട്ടൊരു അറിയാലോ അവിടെ വന്നൊരു പൊരിക്കലുണ്ട്. ആ പൊരിക്കലും കഴിഞ്ഞിട്ട് ചാച്ചൻ അവിടുന്ന് മാറത്തുള്ളൂ. അപ്പൊ ഇത് കണ്ടപ്പോ തന്നെ എനിക്ക് പെട്ടെന്ന് എന്റെ ചാച്ചൻ ഓർമ്മ വന്നു. താങ്ക് യു സോ മച്ച്. പക്ഷെ എന്റെ ചാച്ചൻ എന്റെ അപ്പൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഇതായിരുന്നു. അമ്പലത്തിലെ ഉത്സവത്തിനെ കാണാറുള്ളൂ, പള്ളിയിലെ പെരുന്നാളിനെ കാണൂല. ശരി, ഉത്സവത്തിന് ആനയുടെ നടക്കണ്ട, ആന ഉണ്ടെങ്കിൽ അതിന്റെ നടക്കണ്ടാവും. അങ്ങനെ നിങ്ങളൊക്കെ നിങ്ങളുടെ ചാച്ചന്മാരെ പറയുമ്പോൾ ഞാൻ എന്റെ അപ്പനെയും കൂടെ ഓർത്ത് പോകുന്നു. എന്റെ അപ്പനും അങ്ങനെയൊന്നുമില്ല, എല്ലാ ആഘോഷത്തിലും ഉണ്ടാവും. ഇന്ന് എന്റെ അപ്പന്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ. അല്ല, പ്രത്യേകിച്ച് ബീവറേജിന്റെ ക്യൂലും ഉണ്ടാവും. പിന്നെ ഇപ്പൊ കൊണ്ടുവന്ന് തരുകയും ചെയ്യും. അതാണ് എന്റെ അപ്പൻ. സോറി അച്ചോ. അപ്പൊ എന്നായാലും ഒരു കാര്യം ചെയ്യാം. ഇനി എന്നാ പെർഫോമൻസ് ഉണ്ടോ നിങ്ങളുടെ എന്തെങ്കിലും? അത് കലക്കിയുള്ളത് കൊള്ളാലോ. പക്രുചേട്ടന് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസോ? അതെന്നാ ഞങ്ങൾക്കൊന്നും ഇല്ല. ഇപ്പൊ എല്ലാവർക്കും കിട്ടുകയാണല്ലോ. അതെന്നാ പെർഫോമൻസ്? അല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് അവർ ആദ്യം വായിച്ചത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന്റെ ഒരു മെസ്സേജ് എല്ലാവർക്കും വേണ്ടിയിട്ടല്ലേ? അതെ. അച്ഛന് സ്വാതന്ത്ര്യം കിട്ടിയിട്ടുണ്ടോ സഭയെന്ന്? എനിക്ക് ഇപ്പോഴും സംശയമുണ്ട്, ഈ പിള്ളേരാണോ ഈ അച്ഛനെ ഇങ്ങനെ വരച്ചു വരെ? അല്ല, ആ പിള്ളേരെല്ലാം കൂടി അച്ഛനൊരു കയറില കെട്ടി ഇട്ടേക്കണത്. എനിക്ക് ഡൗട്ട് ഉണ്ട്, എസ്പെഷ്യലി ഈ രണ്ട് സൈഡ്. ഇത് കുഴപ്പമില്ല, ഇത് സെന്റർ കുഴപ്പമില്ല. പക്ഷെ ആ രണ്ട് സൈഡ് നോട്ടം എല്ലാം അങ്ങോട്ടേക്ക് അച്ഛന്റെ. പിള്ളേർ പാവാന്നോ? എന്നാലും കുറച്ച് വിളഞ്ഞ വിത്തുകളില്ലേ ഈ കൂട്ടത്തില്? ഏറ്റവും വിളഞ്ഞ വിത്ത് ഞാനാണ് അച്ഛൻ. ശരി, അപ്പൊ എന്തായാലും പക്രുചേട്ടനായിട്ടുള്ള സ്പെഷ്യൽ ഡെഡിക്കേഷൻ തന്നെ, അതുപോലെ തന്നെ ഒരു മ്യൂസിക്കൽ പെർഫോമൻസ് തന്നെയാണ്. അപ്പൊ പക്രുചേട്ടാ റെഡിയാണോ? സ്വീകരിക്കാൻ റെഡി. വളരെ സന്തോഷം. എന്തായാലും ആദ്യമായിട്ടാണ് ഇത്രയും വലിയൊരു ടീം വന്നിട്ട്, അതും ഒരു ഫാദറിന്റെ നേതൃത്വത്തിൽ വന്നിട്ട് ഇങ്ങനെ ഒരു കാര്യം പറയാന്ന് പറയുന്നത് തന്നെ വലിയൊരു സന്തോഷമാണ്. അടിച്ചു പൊളിക്കുക നിങ്ങൾ, അതാണ്. യെസ്, അപ്പൊ ഗ്രേസ് മ്യൂസിക്കൽ പക്രുചേട്ടന് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഒരു പെർഫോമൻസ് ആണ്. പ്ലീസ് എൻജോയ്. ഓക്കെ, പക്രുചേട്ടനുള്ള ഡെഡിക്കേറ്റഡ് സോങ് ഇഷ്ടപ്പെട്ടോ? വളരെ ഇഷ്ടപ്പെട്ടു. ഗംഭീരായിരുന്നു അല്ലേ? നമ്മുടെ ജോക്കറിലെ ലോഹിദാസ് സാറിന്റെ സംവിധാനത്തിൽ, അതുപോലെ ദിലീപേട്ടൻ നായകനായ 23 വർഷമായി. 23 വർഷങ്ങൾക്ക് പുറകിലേക്ക് കൊണ്ടുപോയി. അന്ന് ആ സർക്കസ് ടെൻറ്റിൽ കിടന്ന് കുത്തി പറഞ്ഞതും കോമഡിയും കാര്യങ്ങളും അതെല്ലാം ഇങ്ങനെ ഓർമ്മ വന്നു ഈ പാട്ടിങ്ങനെ വന്നപ്പോൾ.
താങ്ക് യു. എന്തായാലും അച്ഛനും ടീമിനും പ്രത്യേകം താങ്ക്സ് പറയാം. താങ്ക് യു താങ്ക് യു. ഓക്കെ താങ്ക് യു. അപ്പൊ എന്തായാലും പക്രു ചേട്ടന് ഹാപ്പിയായി. ഇനി നമുക്ക് ടിനി ചേട്ടനോട് ചോദിക്കാം. യെസ് ടിനി ചേട്ടാ. ഇത് ആരാ നിങ്ങളുടെ കോച്ചാരാണ് ശരിക്കും? ശരി മാസ്റ്റർ. ബസ്സിന്റെ പേരെങ്ങനെയാ? ഷിജു. ഇത് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളും ഒളിച്ചു നിൽക്കുന്നില്ല. ഇപ്പൊ ഒരു ഗ്രൂപ്പ് സോങ് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു ചെറിയൊരു പാകപ്പിഴ എന്നുണ്ടെങ്കിൽ അറിയില്ല എന്നിരിക്കും. പക്ഷെ ഇതില് ഒരു ചെറിയ നോട്ട് മാറിപ്പോയി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമായിരിക്കും അല്ലേ? ഭയങ്കര എന്ന് പറഞ്ഞ് വേറെ സൗണ്ടിലേക്ക് പോകും. അപ്പൊ ഓരോരുത്തർക്കും പ്രത്യേകം ഇങ്ങനെ മാസ്റ്ററിന്റെ ഒരു സൂപ്പർവിഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അത് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പെർഫെക്ഷന്റെ അങ്ങേയറ്റാണ്. വേണ്ട നമ്മൾ അത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു എന്നുള്ള അങ്ങനത്തെ ഒരു സംഭവമില്ല. അത് എനിക്ക് വന്ദേമാതരം പാടിയപ്പോഴാണ് അതിലുള്ള എല്ലാം. അത് എത്ര ഇൻസ്ട്രുമെന്റ്സ് വെച്ചിട്ട് എത്ര ടോണുകൾ വെച്ചിട്ടാണ്. ഇന്ന് രാവിലെ 1.5 മണിക്കൂർ കൊണ്ട് സെറ്റ് ചെയ്താണ് അത്. ഇന്ന് സെറ്റ് ചെയ്തത്. ഇന്നോ? അത് അമേസിംഗ് ആണ്. കാരണം അല്ല അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ കമ്പോസ് ചെയ്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ പറ്റുമല്ലേ? നമ്മൾ ശരിക്കും ഞെട്ടി. ഇപ്പോഴാണ് നമ്മൾ ശരിക്കും ഞെട്ടിയത്. അല്ല ഞാൻ വിചാരിച്ചു കുറെ നാളുകളായിട്ട് അത് ഞാനും വിചാരിച്ചു അസാധ്യമായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു ബാൻഡിന്റെ സെറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല ഇതുവരെയായിട്ടും. അതെ. ഷാൻചേട്ടൻ എന്ത് തോന്നുന്നു ഷാൻചേട്ടാ? ഗംഭീരല്ലേ? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ അടിപൊളിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മളൊരു പാട്ട് കേൾക്കുമ്പോൾ ഇപ്പം ഒരു പാട്ടെന്ന് പറഞ്ഞു, ആ പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കുറേ കാര്യങ്ങളുണ്ട്, നമ്മൾ കേട്ടിട്ടുള്ള നമ്മുടെ മനസ്സിലിരിക്കുന്നത് അതെല്ലാം നിങ്ങൾ പ്ലേ ചെയ്തു എന്നുള്ളതാണ്. ആ ഏരിയ എല്ലാം പാർട്സ് എല്ലാം വന്നിരുന്നു. വളരെ മനോഹരമായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സൂപ്പർ. അപ്പൊ എന്തായാലും ഞങ്ങളുടെ മാസ്റ്റേഴ്സ് 3 പേരും കൂടെ ഡിസൈഡ് ചെയ്ത് ഇവർക്ക് എത്ര സ്റ്റാർ ആണ് നൽകാൻ ഉദ്ദേശിക്കുന്നതെന്നുള്ള ഡിസ്കസ് ചെയ്യാം. എന്നിട്ട് ഷാൻചേട്ടാ അത് പറയണം എത്രയാന്നുള്ളത്. ശരി. ആ ഇവർക്ക് നമ്മള് ഡിസ്കസ് ചെയ്തിട്ട് കൊടുക്കാൻ പോണത് 4 സ്റ്റാർ. കൊട്ട് എവിടെ കൊട്ടൊന്നും കേൾക്കുന്നില്ലല്ലോ. അതാണ്. സൂപ്പർ. ഓ ശരിക്കും വയ്യ. താങ്ക് യു. അപ്പം പക്രുചേട്ടനാണല്ലോ ഡെഡിക്കേറ്റ് ചെയ്ത് നേരത്തെ ഒരു മ്യൂസിക് ഒക്കെ പ്ലേ ചെയ്ത് കൊടുത്തു. അതുകൊണ്ട് പക്രുചേട്ടാ ആ നക്ഷത്രങ്ങളുമായിട്ട് വരട്ടെ, നമുക്കതങ്ങ് കൊടുക്കാം. ശരി, ഓ, വരാം. യെസ്. അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രേസ് മ്യൂസിക്കൽ എന്ന ട്രിവാൻഡ്രത്തെ ടീമിന് ലഭിക്കുകയാണ് കോമഡി മാസ്റ്റേഴ്സിന്റെ 4 സ്റ്റാർ ആർട്ടിസ്റ്റ് എന്ന ട്രോഫി. തീർന്നിട്ടില്ല, ഒരു സമ്മാനം കൂടി ഉണ്ട്. നമ്മുടെ ലണ്ടൻ ക്ലാസിക് നല്ല അടിപൊളി ഷർട്ട് തൽക്കാലം നമുക്ക് അച്ഛന് തന്നെ കൊടുക്കാം അല്ലേ?